ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ മാൻമട്ടസ് യൂസേജിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഞാനൊരു 20 ഡേയ്സ് മുമ്പ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിന് റീസൺ ഉണ്ട്. അപ്പോൾ എന്താ റീസൺ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാൻമട്ടസിൻ്റെ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു ഗമ്മീസ് എടുക്കുന്നുണ്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ. ഹെൽത്ത് ബൂസ്റ്റർ, അത് രാവിലെയും വൈകിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കാറുണ്ട്. പിന്നെ മിനോക്സിലിൻ 10%, അത് രാവിലെയും വൈകിട്ടും 1 ml വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മിനോക്സിലിൻ ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഹെവി മീൽസ് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് എൻ്റെ ഓഫീസിൽ തന്നെ വെച്ചേക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ എളുപ്പമായതുകൊണ്ട് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഡെർമ റോളർ. ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് റിസൾട്ട് ബേബി ഹെയർസ് കാര്യങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കാൽപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇതുണ്ടാ, ഈ ഒരു കാണുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കാൽപ്പിൻ്റെ ഒരു അവസ്ഥ. ബേബി ഹെയർസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് ഡാൻഡ്രഫ് വന്നു. ഞാൻ ഈ ഒരു റീസൺ എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. ചുമ്മാ അവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് എന്താണ് റീസൺ എന്ന് അറിയാൻ വേണ്ടി മാൻമേഡ്സിനെ കുറേ കോൺടാക്ട് ചെയ്തു. ഒരു 5-6 ഡോക്ടേഴ്സിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നത് സെയിം റീസൺ. അതായത് ഒരാൾ പറയുന്നത് പിന്നെ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല. ഒരുമാതിരി ഡോക്ടേഴ്സ് ആണെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. വെള്ളം, മിനറൽ വാട്ടർ യൂസ് ചെയ്യുക, അത് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മിനറൽ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തല കഴുകാൻ വേണ്ടി രാവിലെ വൈകിട്ടും ഞാൻ ബിസ്ലറ്റിൻ്റെ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് ഡാൻഡ്രഫിന് ഒരു കുറവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 20 ഡേയ്സായിട്ട് എനിക്ക് ഇത്രയും നല്ല രീതിക്ക് തന്നെ ഡാൻഡ്രഫ് എനിക്കുണ്ട്. ബേബി ഹെയർസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 3 to 6 months പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊന്നും പറയില്ല. പക്ഷേ ഡാൻഡ്രഫ് എന്താ വന്നതെന്നുള്ള റീസൺ എനിക്കറിയില്ല. ഞാൻ രാവിലെയും വൈകിട്ടാണ് മിനോക്സിലിൻ യൂസ് ചെയ്യുന്നത്. മിനോക്സിലിൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഹെയർ ഫുൾ നല്ലൊരു ഭയങ്കര റഫായിരിക്കും. നമ്മളൊരു ചകിരിമേ പിടിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ മുടി ഉണ്ടാവുക. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത ഒരു 2 ദിവസത്തിൽ എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിലായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാർ റിവ്യൂസിൽ കണ്ടായിരുന്നു. മിനോക്സിലിൻ യൂസ് ചെയ്യുമ്പം മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ പതുക്കെ സ്ലോ ആവും. പിന്നെ ബേബി ഹെയർസ് വരാൻ തുടങ്ങും. പിന്നെയാണ് അതിൻ്റെ റിസൾട്ട് കാണുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മുടി ഫുള്ളായിട്ട് ഞാൻ ട്രിം ചെയ്തത്. അപ്പം കൊഴിച്ചിൽ കുറച്ചെങ്കിലും ഒന്ന് കുറയുമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ട്രിം ചെയ്തത്. എൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം. അന്ന് എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ മുടി എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ട്രിമ്മ് മാക്സിമം ചെയ്തു. അപ്പോൾ പിന്നെ മുടി കൊഴിയുന്ന അത്ര അറിയില്ല. അപ്പം റിസൾട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രിം ചെയ്തത്. പക്ഷേങ്കിൽ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ട് എനിക്ക്. പക്ഷേ തലയിൽ ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേങ്കിൽ ഈ ഇത്ര നല്ല നമ്മൾ പുറത്തൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഈ മീനിൻ്റെ ചെതുമ്പൽ പോലെയാണ് നമ്മുടെ എൻ്റെ തല മൊത്തം ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ. ഞാനിപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇപ്പോഴത്തെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെയാണുള്ള സ്കാൾപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ട്രിം ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണിത്. എൻ്റെ സ്കാൾപ്പ് പക്ക ക്ലീൻ. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു 20 ദിവസം കൊണ്ടാണ് എൻ്റെ സ്കാൾപ്പ് ഈ ഒരു അവസ്ഥയിലായത്. അപ്പം മിനോക്സിലിൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ മിനോക്സിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നിർത്തുന്നില്ല. അടുത്ത 6 months തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാരണം എന്തായാലും ഇത്രയായി. അപ്പോൾ പിന്നെ ബാക്കി എന്താണെന്ന് നോക്കി അറിയാവുന്നതിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങളാരെങ്കിലും മാൻമേഡേഴ്സിൻ്റെ കമ്പനിയിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പുതിയതായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന അതേ ഒരു ഡിഫിക്കൽട്ടിയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചാടിക്കറി വാങ്ങാതിരിക്കുക. ഞാൻ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവിടുത്തെ റിപ്ലൈ, അല്ലെങ്കിൽ ഡാൻഡ്രഫിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുക കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളും മേടിക്കുക. അപ്പോൾ ഈ ഒരു മിനോക്സിലിൻ യൂസ് ചെയ്ത് വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഡാൻഡ്രഫ് ഇത് കോമൺ ആണോ, മിനോക്സിലിൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. റിവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഡാൻഡ്രഫ് മാറാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അവർ പറയുന്നത് കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.